ഹലോ ഡിയേഴ്സ്, ഒരു ഹൈക്കിങ്ങിന് പോകുന്നവരേക്കാട്ടിലാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇന്ന് ഹൗത്ത് ക്ലിഫ് വരെ പോകാമെന്ന് വിചാരിച്ചു. സോ അതിന് ഇവിടെ നിന്ന് ഡബ്ലിൻ ടു ഹൗത്ത് ക്ലിഫ് അങ്ങനെയാണ് പോകുന്നത്. ഏകദേശം ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഡബ്ലിനെത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഒന്നും കഴിക്കാനാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. സോ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. ഹൗത്ത് ക്ലിഫ് എത്തിയിട്ട് ആദ്യം കണ്ട വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എനിക്കത് എന്തോരം ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയതുകൊണ്ട് അത് തന്നെ തകൃതിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് നടക്കാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ നമ്മൾ ഓടിച്ചാടിയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയതെങ്കിലും തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്നോട്ടോ. കുറേ നേരം വെള്ളത്തിൽ കളിച്ച്, കുറേ നേരം കല്ലൊക്കെ വാരി പെറുക്കി എറിഞ്ഞ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ആ ദിവസം അവിടെ തന്നെ ചിലവഴിച്ചത്. ഏകദേശം ഒരു 4 മണി 5 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറി. വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബസ്സില്ല. എന്തൊക്കെയാണെങ്കിലും ഈ അത്രയും ഒരു സമയം, ഒരു 4 മണി 5 മണി വരെ ഞങ്ങൾ ആ സമയം പോയത് അറിഞ്ഞിട്ടില്ല. അതാണ് മെയിൻ കാര്യം. പക്ഷേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ മൈൻഡ് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെറിയൊരു യാത്രയൊക്കെ പോകാൻ, നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ഒരു ദിവസം പോയത് കേട്ടോ.